അദ്ദേഹം ധോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായിപ്പോയി. ഒരു മുണ്ട് അദ്ദേഹം പൊക്കി കാണിച്ചു. പൊതുവേ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുണ്ട് പൊക്കി അതായത് 3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത്. സാധാരണ ഈ മുണ്ടെടുക്കുന്ന ആളുകൾക്കറിയാം 1-2 വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയായി പോകും. 3 വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല. ഇനി ഞങ്ങളുടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ. ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക? അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ? അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ? അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത്? എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട്, യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ്. അത് ഇലക്ഷൻ കമ്മീഷന്, ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ്. പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ. പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനിക്ക് 3 പേരേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി, അതിൽ എത്ര പേര് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ? ഇതെല്ലാം ജലീലിനോട് പോയിട്ട് പറയണോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളത് 3 ആളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ, അങ്ങക്ക് സമ്മതമാണോ? അല്ല, ഞാനിതാ ഇവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല, ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ? അത് കമ്പനി വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യുക. അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു, ഞാൻ എത്ര വാങ്ങുന്നു, അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ? റിവേഴ്സ് ഹവാല, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം അയാൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ. നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക, കാണുന്നവരോടൊക്കെ, നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ? അങ്ങനെയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഉണ്ടോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത് വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. പണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. ഇനി ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആരോപണം. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടിയും പറയാം. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വെപ്രാളം? എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി? ഇപ്പം നേരത്തെ നിങ്ങൾക്കറിയാം, മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം ഉയർന്ന സമയത്ത്, ആരോപണം ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് നേരത്തെ ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല. ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹത്തിനൊരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല. പക്ഷെ വയനാട്ടിൽ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ, ആ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ
ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്, തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനൊരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിന് ഇറങ്ങുന്നത്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവരുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും.